ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർഫ്ലൈ വിങ്സ് ആണ്. ഇത് പല ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഏത് കളറിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം വാങ്ങുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ട്രിക്ക് തന്നെ കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിയ ഈ ഒരു വിങ്സിൽ നിന്നും ക്ലോത്ത് ഒക്കെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും കേട്ടോ. ഇനി ഈ ഒരു 4 പീസസ് ആണ് നമുക്ക് കിട്ടുക. ഈ വിങ്സ് 4 വിങ്സ് ആണുള്ളത്. 4 വിങ്സിനും 4 പീസ് ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഒരു സൈഡ് നമ്മൾ കിട്ടുന്നത് 25.5 ആണ്. ഒരു സൈഡ് കിട്ടുന്നതും അതും 25.5 ആണ്. നമുക്ക് ഏകദേശം 2 സൈഡും ഒരേ രീതിയിലുള്ള മെഷർമെൻ്റ് ആണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇനി വീഡിയോയിൽ എന്താണോ കാണുന്നത് അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇത് ഭയങ്കര റിസ്ക് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അത്ര റിസ്ക് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഓരോ പ്ലീറ്റായിട്ട് ഇതിങ്ങനെ 2 സൈഡിൽ നിന്നും എടുത്ത് ആ ഒരു സെൻറ്ററിലോട്ട് പിടിച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് ഒരു നൂലിട്ടിട്ട് നമുക്ക് കെട്ടിയിട്ട് ക്ലോത്ത് ഒന്നും അഴിയാത്ത വിധത്തിൽ ഉറപ്പിച്ച് കൊടുക്കണം. ഇനി നമ്മൾ സാധാരണ ഒരു നൂലിട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ആക്കണം. നിങ്ങൾക്ക് ഏതാ നൂലിരുന്നെങ്കിൽ ആ ഒരു നൂല് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാലൻസ് വരുന്ന ക്ലോത്തൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും ചെയ്തെടുക്കണം. സെയിം പ്രോസസ്സ് തന്നെ മറ്റേ സൈഡും നമുക്ക് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ സാധാ സ്റ്റിച്ച് നൂല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്തിട്ടുള്ളായിരുന്നു. ഇനി നമുക്ക് ഇത് നല്ലൊരു നെറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പീസും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 30 ആണ് കേട്ടോ. ഒരു ലെങ്ത്ത് വരുന്നത് 30 ഇൻറ്റു 2 സൈഡും 30 ഇഞ്ചിലാണ് വിഡ്ത്തും ലെങ്ത്തും വരുന്നത് കേട്ടോ. ഇത് സെയിം പ്രോസസ്സ് തന്നെ മറ്റേ ചെയ്ത പോലെ തന്നെ സെയിം ആയിട്ട് ചെയ്യാം. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. പ്ലീറ്റുകൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഓരോ പ്ലീറ്റ് എടുക്കണം. ഒരുപാട് വലിച്ചു വാരി എടുത്തു കഴിഞ്ഞാൽ അതൊരു കുത്തി കൂടി നിൽക്കുന്ന പോലെയാവും. അങ്ങനെ ആകുമ്പോൾ ഒരു വൃത്തി കിട്ടൂല. അപ്പോൾ ഓരോ പ്ലീറ്റ് എടുക്കുമ്പോൾ ആ ഓരോ പ്ലീറ്റും ഈ വീഡിയോയിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അത്രയും ഒരു ഭംഗിയിൽ അത് നിൽക്കും. നമ്മുടെ വിങ്സിൽ ഒരു പ്ലീറ്റ് പോലും എക്സ്ട്രാ പൊന്തി നിൽക്കാൻ പാടില്ല കേട്ടോ. എല്ലാതും ഒരേ ഷേപ്പിൽ വലിച്ച് പിടിച്ച് ചെയ്യണം. എന്നാൽ ഒരുപാട് വലിച്ചു കഴിഞ്ഞാൽ വിങ്സിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും. അപ്പോൾ നോർമലായിട്ട് ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക. ഇതും ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒരു നൂല് വെച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബാലൻസ് വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ മറ്റേ വിങ്സും ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതും നെറ്റിൻ്റെ പീസ് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഉറപ്പിച്ച് കൊടുക്കണം. നെറ്റിൻ്റെ പീസ് ആകുമ്പോൾ നല്ലൊരു ഉറപ്പുണ്ടാവും, നൂലിനെക്കാട്ടിലും നല്ലൊരു ഉറപ്പുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു നെറ്റിൻ്റെ പീസ് വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 4 വിങ്സും ഫിനിഷായി. ഇനി ഈ 2 ഇതുകൂടെ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കണം. ജസ്റ്റ് ആദ്യം നമുക്ക് നൂല് വെച്ചിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് നെറ്റ് വെച്ചിട്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി കണ്ടില്ലേ, ഇതുപോലെ ഒരു സ്ട്രാപ്പ് നമുക്കതിലുണ്ടാവും കേട്ടോ. അത് നമ്മുടെ കയ്യിലൂടെ ഇടാനുള്ളതാണ്. ആ ഒരു സ്ട്രാപ്പ് നമുക്ക് ഇതിനുണ്ടായിരുന്നു. ഇതിൻ്റെ നമുക്ക് റെഡ് കളർ ഇതായതുകൊണ്ട് നമുക്കതിന് റെഡ് കളർ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഡൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫാബ്രിക് കളർ വെച്ചിട്ടൊക്കെ നമ്മൾ ഈ ഒരു ഇതും ആ ഒരു സെയിം കളറിലോട്ട് ആക്കിയെടുത്തിട്ട് ഇതിൻ്റെ നല്ല വശം ഏതാണെന്ന് നോക്കണം. ഈ ഒരു വിങ്സിൻ്റെ നല്ല വശം ഏതാണോ ചീത്ത വശം ഏതാണെന്ന് നോക്കുക. എന്നിട്ട് ചീത്ത വശത്ത് നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ചിട്ട് ഈ നെറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇതെല്ലാം കവർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു കെട്ടും പൂട്ടും പിന്നെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു എക്സ്ട്രാ വരുന്ന ഫിറ്റിങ്സ് ഒന്നും ഇതിൻ്റെ കാണൂല. ഈ ഒരു നെറ്റ് വെച്ചിട്ട് അത് ഫുള്ള് കവർ ചെയ്ത് നല്ല വൃത്തിയിൽ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊന്നും നമുക്ക് പുറത്തോട്ട് കാണൂല. നല്ലൊരു ഫിനിഷിങ് ലുക്ക് കിട്ടും അപ്പോൾ. ഓക്കെ, ഇനി നെറ്റ് ലാസ്റ്റ് കെട്ടിടുമ്പോൾ അതും ബാക്കിൽ തന്നെ കെട്ടിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അങ്ങനെ വിൻസിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വിൻസൊക്കെ റെഡിയായി. ഇനി ഇത് നമുക്ക്
വർക്ക് ചെയ്തെടുക്കണം. ഇതിൽ നമ്മൾ ഏത് ഡിസൈനാണ് വേണ്ട ആ ഒരു ഡിസൈൻ ഇതിൽ ചെയ്തെടുക്കണം. നമ്മളിതിലൊരു ഗോൾഡൻ ഡിസൈനാണ് ചെയ്യണത്. ഒരു ഗോൾഡൻ്റെ സീക്വൻസ് വർക്കുള്ള ഒരു മെറ്റീരിയലിൽ നിന്ന് നമ്മൾ ബട്ടർഫ്ലൈസ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ബീഡ്സ് വെച്ചിട്ട് ജസ്റ്റ് അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വിൻസിലും ഒരു 2-3 വീതമൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. അത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ ഇഷ്ടം ആ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി അതെല്ലാം മുത്ത് മാത്രം വെച്ചാൽ മതി, ബീഡ്സ് മാത്രം വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓരോരുത്തരുടെ ഇമാജിനേഷൻ അനുസരിച്ചിട്ടാണ് അത് വരിക. പിന്നെ നമ്മൾ ചെയ്യുന്ന കസ്റ്റമർക്ക് എന്താണ് ഇഷ്ടം ആ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കണോണ്ട് തന്നെ കസ്റ്റമർക്ക് എന്താണ് ഇഷ്ടം ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത്. അങ്ങനെ നമ്മുടെ വിൻസിനെ നമ്മൾ നല്ലൊരു സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ സെൻറ്ററിൽ വരുന്നത് നമ്മൾ ജസ്റ്റ് തുന്നി കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അത് ബീഡ്സ് അതിൽ ഫിറ്റാക്കിയിട്ട് ബാലൻസ് നൂല് വെച്ചിട്ട് നമ്മൾ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.